സാറേ, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയി. ജെ.പി. നദ്ദയെ കണ്ടിട്ട് ആശാ വർക്കർമാരുടെ സമരത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി പോയിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ആശാ വർക്കർമാർ, CPM-ന്റെ പ്രതിനിധികളൊക്കെ പറയുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും ഇതിലൂടെ. അതിന് തന്നെയാണോ പോയത്? അതിനല്ല വീണ ജോർജ് ഡൽഹിക്ക് പോയത്. അങ്ങനെയാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെ അതായത് ഡൽഹിയിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കേരളത്തിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും പോവുക. ഒരു ന്യായം വേണ്ടേ പോകാനായിട്ട്? അവർക്ക് മര്യാദക്കുള്ള ന്യായം പറഞ്ഞിട്ട് പോകാമായിരുന്നു. പക്ഷെ പോയത് ഒരു അന്യായം പറഞ്ഞിട്ടാണെന്ന് വളരെ വ്യക്തമാണ്. ആശമാരുടെ സമരം ചർച്ച ചെയ്യാനല്ല വീണ ജോർജ് ഡൽഹിക്ക് പോയത്. വീണ ജോർജ് ഡൽഹിക്ക് പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യൂബയുടെ ഉപപ്രധാനമന്ത്രി ഡോക്ടർ എദ്വാർഡോ മാർട്ടിനസ് ഡയസ്, ക്യൂബയുടെ ഉപപ്രധാനമന്ത്രി ഡൽഹിയിൽ ഇപ്പോൾ റൈസീന ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ചാ പരിപാടി നടക്കുന്നുണ്ട്. അവിടെയാണ് ശശി തരൂര് മോദി മഹാൻ എന്നൊക്കെ പറഞ്ഞത്. അവിടെ പല രാജ്യ നേതാക്കളും ഒക്കെ വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളും കാണുന്നുണ്ട്. ഈ റൈസീന ഡയലോഗിന് വേണ്ടിയിട്ട് ഡോക്ടർ എദ്വാർഡോ മാർട്ടിനസ് ഡയസ്, ക്യൂബയുടെ ഉപപ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ് വീണ ജോർജ്, പിണറായി വിജയൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പോയത് എന്നാണ് വ്യക്തമാകുന്നത്. ഇന്ന് രാവിലെ വീണ ജോർജ് ഒരു പത്രക്കാരെ കണ്ടിരുന്നു, മാധ്യമപ്രവർത്തകരെ. അതിൽ വീണ ജോർജ് പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. വീണ ജോർജ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോയിൻമെന്റ് ചോദിച്ചിട്ടുണ്ട് നദ്ദയോട്. അത് കിട്ടിയാൽ അദ്ദേഹത്തിനെ കാണും. അദ്ദേഹത്തിന് താല്പര്യമില്ല എങ്കിൽ വേറൊരു ദിവസം വന്ന് കാണും. അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം കാണും. അദ്ദേഹം കാണുന്നില്ല എങ്കിൽ ഞങ്ങളൊരു നിവേദനം അദ്ദേഹത്തിന് എത്തിക്കാനായിട്ട് നടപടികൾ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാൻ കുറെ കാലം തിരുവനന്തപുരത്ത് രാഷ്ട്രീയമൊക്കെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. നിയമസഭ, സർക്കാർ, മുഖ്യമന്ത്രിമാരുടെ പത്രസമ്മേളനം, ഇതൊക്കെ സാധാരണഗതിയിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഡൽഹിയിൽ ഫിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും മന്ത്രിയുമായിട്ട് അങ്ങനെയാണ് കാണാൻ പോവുക. അതായത് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ നേരത്തെ കൂട്ടി കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യും, ടൈം, ഡേറ്റ് എല്ലാം അല്ലെ. ഈ സമയത്ത് നമുക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് കാണാം, ഓഫീസിൽ ഞാനുണ്ടാവും, ഓഫീസിൽ കാണാം. സാധാരണഗതിയിൽ JP നദ്ദയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റേ മന്ത്രിയുടെ ഓഫീസ് ഉണ്ടല്ലോ, അവിടെ വെച്ചാണ് ചർച്ച ചെയ്യുക. അതിരിക്കുന്നത് മറ്റേ പൂച്ചെണ്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട്. ഇല്ലെങ്കിൽ എന്തോ ഒരു ആറന്മുള കണ്ണാടിയോ അങ്ങനെ കൊടുക്കുമല്ലോ, കഥകളി, മറ്റേ വള്ളം, ഇങ്ങനെ പല പരിപാടി, അങ്ങനെ ഒക്കെ നമ്മളിത് കാണാറുള്ളതാണ്. അപ്പം ഇപ്പോ മറ്റേ KV തോമസ് തന്നെ നിർമ്മല സീതാരാമനെ ഓഫീസിൽ പോയി കണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് പിണറായിയുമായിട്ട് അറേഞ്ച് ചെയ്ത്, അതിന്റെ സമയവും, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ വൈകുന്നേരം പറ്റില്ല, രാവിലെ, അതുകൊണ്ട് അത് ശരിയാക്കി അങ്ങനെയാണ് പോയി കണ്ടത്. അതിൽ പ്രോട്ടോകോൾ ലംഘനമില്ല. കാരണം സാധാരണഗതിയിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ, ഇവിടെ മുഖ്യമന്ത്രിമാരായിരുന്നവരെ അവിടെ ക്യാബിനറ്റ് മന്ത്രിമാരാക്കാറുണ്ട്. ഇവിടെ ക്യാബിനറ്റ് മന്ത്രി മുഖ്യമന്ത്രിയെ കാണുന്നു, തെറ്റില്ല. അവിടെ ഗവർണർ ഇരുന്നതിലും തെറ്റില്ല. കാരണം ഗവർണറുടെ പ്രോട്ടോകോൾ കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വയം ഇളവ് ചെയ്യാം, അങ്ങനെയാണ് നിയമം. അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടല്ല വീണ ജോർജ് പോയത്. വളരെ വ്യക്തം എന്ന് പറഞ്ഞാൽ JP നദ്ദയെ കാണുന്നതല്ല അവരുടെ പ്രയോറിറ്റി, അവരുടെ മുൻഗണനയിലില്ല അങ്ങനൊരു സംഗതി. അവര് പോകുന്നതിന് മുമ്പ് ഞാൻ പത്രങ്ങൾ കണ്ടത്, ഇപ്പൊ നോക്കിയപ്പോഴും പത്രങ്ങളിൽ എഴുതിയിരിക്കുന്ന അവർ JP നദ്ദയെ കാണാൻ വേണ്ടി പോകുന്നു എന്നാണ്. ആണല്ലോ, അവരുടെ ഓഫീസിൽ നിന്ന് നേരത്തെ മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചിരിക്കുന്ന അങ്ങനെയാണ്, നദ്ദയെ കാണാൻ പോകുന്നതാണ്. നദ്ദ എവിടെയാണ്? നദ്ദ രാജ്യസഭയിലാണ്. മന്ത്രിമാര് അവർക്ക് ഉത്തരം പറയേണ്ട സമയത്ത് സഭയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ്, അവിടെ നിർമ്മല സീതാരാമൻ ഉണ്ട്,
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ച് നാണം കിട്ടും. അതെ, കാരണം അവർ കേൾക്കാനാണല്ലോ അവിടെ വന്നിരിക്കുന്നല്ലേ. അതും മറ്റേ ധൻഖർ അടി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവര് എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ പണ്ടും കേൾക്കാറുണ്ട്, ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആവശ്യമില്ലാത്ത വാചകങ്ങൾ പറയുകയാണേ. രാജ്യസഭയില് നമ്മള് നിയമസഭയിലാണെങ്കിലും സംസാരിക്കുകയാണല്ലോ ചെയ്യുക. അവിടുത്തെ മെമ്പർ അവിടെ മറ്റുള്ളവർ ഇരിക്കുന്നുണ്ടല്ലോ, ഇതിന് രേഖയുണ്ടല്ലോ, സംസാരിക്കുന്ന മുഴുവൻ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അവർ ഉത്തരം പറയാനാണല്ലോ അവിടെ ഇരിക്കുന്നത്. അവരുടെ കാര്യത്തിൽ ഉടനെ ഉത്തരവും പറയുമല്ലോ. നോക്കുകൂലിയുടെ കാര്യവും പറഞ്ഞല്ലോ. നോക്കുകൂലിയുടെ കാര്യം ആര് പോയി പറഞ്ഞിട്ടാ അവരറിഞ്ഞതല്ലേ? നാണക്കേട്. ഈ ഒരാള് സഞ്ചരിക്കുമ്പോൾ അയാൾ കൊടവയറിനാണെങ്കിൽ അയാളെക്കാൾ മുമ്പിൽ കൊടവയറ് സഞ്ചരിക്കും എന്ന് കേട്ടിട്ടില്ല. അപ്പൊ നാണക്കെട്ട പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഈ നാണക്കെട്ട പരിപാടി അങ്ങ് വാഷിങ്ടൺ വരെ എത്തും. ട്രംപ് പോലും അറിഞ്ഞിട്ടുണ്ടാവും നോക്കുകൂലിയുടെ കാര്യം, ഇല്ലേ? പണ്ട് ലെനിൻ രാജേന്ദ്രൻ മറ്റേ ഇവരുടെ MLA-യും MP-യോ LDF-ന്റെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു. അങ്ങനെ സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ സംവിധാനം ചെയ്തിരുന്നു. അപ്പൊ സ്വാതി തിരുനാളിനെ അഭിനയിക്കാൻ വേണ്ടി കുറച്ച് കുതിരകളെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിരുന്നു. ഈ കുതിരകളെ ഇറക്കുമ്പോൾ നോക്കുകൂലി ഡിമാൻഡ് ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. അതെയോ? ഞാനാണ് അന്ന് മനോരമയിൽ അതിന് ശീർഷകം കൊടുത്തത്, കുതിരയ്ക്ക് മേലും കുതിര കയറ്റം. അയാള് മറ്റേ പഴയ SFI-യും ഒക്കെയാണ് ലെനിൻ രാജേന്ദ്രൻ. എന്നിട്ടാണ് അയാൾക്ക് കുതിര ഉണ്ട്. ആ കാലത്ത് അത്ര രൂക്ഷമായിരുന്നു. ആളുകള് വീട് മാറിപ്പോകുമ്പോഴൊക്കെ ഇല്ലേ കൊടുത്തേ പറ്റുള്ളൂ. വലിയ തുകകളൊക്കെ ആയിരുന്നു അത്. എന്നോട് ഒരിക്കൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല. തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ ഇറക്കിക്കോളാം എന്നുള്ള മട്ടിലായിരുന്നു ഞാനും. ഒരിക്കൽ ചിറ്റിലപ്പള്ളി സ്വയം ഇറക്കിയത് ഓർക്കുന്നത്. നോക്കുകൂലിയൊക്കെ ഭീകരമായിരുന്നല്ലോ. അപ്പോ ഇപ്പൊ ഇവര് ഈ പോയതിനെ സംബന്ധിച്ചൊരു പത്രസമ്മേളനത്തിൽ, ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഡൽഹിയില് വീണ ജോർജ് പറഞ്ഞ കാര്യം അവര് അഡ്മിറ്റ് ചെയ്തു. ഈ ക്യൂബൻ പ്രതിനിധി സംഘത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് അവര് പറഞ്ഞു 4 കാര്യങ്ങള്. പിണറായി വിജയൻ ക്യൂബയിൽ പോയിരുന്നല്ലോ അന്ന്, അമേരിക്കയിലോ എവിടെയൊക്കെയോ പോയി, എവിടെയോ ചികിത്സയൊക്കെ കഴിഞ്ഞ്, ബാലിയിലോ മറ്റൊക്കെ ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അമേരിക്കയിൽ പോയി, പിന്നെ ദുബായിലോ മറ്റൊക്കെ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഗൾഫ് കൺട്രീസിൽ അന്നേരം ദിവസം ചെലവഴിക്കാൻ ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്കൊന്ന് ക്യൂബയിലും പോയി. അപ്പൊ ഈ സാധാരണഗതിയിൽ ഒരു പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയോ ഒക്കെ കാണുന്നത് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ ആണല്ലോ, മുഖ്യമന്ത്രിമാര് പോയിട്ടല്ലല്ലോ. അപ്പൊ ഇവര് രണ്ടുപേരും ഇരിക്കുന്ന ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഇന്ത്യയുടെ പതാക മറ്റേ പതാക അത് തെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റേ ആളിരിക്കുന്നിടത്ത് ഇന്ത്യയുടെ എന്തത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു. ഒരു മുഖ്യമന്ത്രി ഒരു പ്രധാനമന്ത്രിയായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നതിന്റെ ഒരു വൃത്തികേട് അല്ലേ പ്രസിഡന്റുമായിട്ട്. പിന്നെ നമ്മുടെ കാസ്ട്രോയുടെ സ്ഥലമല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെയൊക്കെ പോകുന്നത്. പണ്ട് എന്നോട് നടൻ മുരളിയില്ലേ, മുരളി എൻ്റെ സുഹൃത്തായിരുന്നു. നടൻ മുരളി പറഞ്ഞിട്ടുണ്ട്, MA ബേബിയുടെ കൂടെ ഒരിക്കൽ ക്യൂബയിൽ പോയി. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ക്വയറില് ഹവാനയില് പിന്നെ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു കാസ്ട്രോ. ഞങ്ങൾ എവിടെയൊക്കെ പോയി ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇയാൾ പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗം തീരുന്നില്ലല്ലേ. ഇങ്ങനെ മണിക്കൂറുകളോളം ആളുകൾ കപ്പലിണ്ടി മേടിക്കാനോ അവിടെ ഇയാളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ആളുകളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കുറെ മണിക്കൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പരിപാടി എന്നോട് മുരളി പറഞ്ഞുണ്ട്. ഇങ്ങനെയാണ് നടന്ന സംഭവമായിരിക്കുമല്ലോ. ഇയാളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ക്യൂബയിൽ നിന്ന് വീണ ജോർജ് പറഞ്ഞ എന്താന്ന് വെച്ചാല്, അവിടെ ചർച്ച നടത്തി. ആരോഗ്യ രംഗത്ത് ഒരുപാട് മുന്നേറിയിരിക്കുന്ന രാജ്യമാണ് ക്യൂബ. അപ്പൊ അവര് ക്യാൻസറിനുള്ള വാക്സിൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്, ക്യാൻസർ ഇല്ലായ്മ ചെയ്യാനായിട്ട്. അപ്പൊ ആ ഗവേഷണത്തിൽ കേരളം സഹകരിക്കും. ഇന്ത്യ സഹകരിച്ചാൽ പോരാ, കേരളം പ്രത്യേകിച്ച്. അതുപോലെ അൽസൈമേഴ്സ്
ഡിസീസ് ഇല്ലേ, മറവി രോഗം, അതിനും അവരെന്തോ നീക്കാനായിട്ട് എന്തൊക്കെയോ പരിപാടി ക്യൂബയിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനും അങ്ങനെ 2 അതിന് ഏതോ ഒരു ഡോക്ടർ ശ്രീകുമാറോ ഏതോ ഡോക്ടർ സുരേഷോ ആരെയൊക്കെയോ 4 കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിക്ക് ചെയർമാൻമാര്, കൺവീനർമാര് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഗതികളൊക്കെ ഇപ്പോൾ വീണ്ടും ഈ ഡോക്ടർമാരെയൊക്കെ വെച്ചിട്ട് ചർച്ച ചെയ്യാനുണ്ട്. ഈ ഉപപ്രധാനമന്ത്രിയായിട്ട് ഡൽഹിയിൽ വെച്ചിട്ട് ആ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പരിപാടി ആശാ വർക്കർമാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല, ആശാ വർക്കർമാർ രക്ഷപ്പെടരുത് എന്നുള്ളതാണല്ലോ ഈ ഗവൺമെന്റിന്റെ നയം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഈ 2015 ഈ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മിഗ്വൽ ഡയസ് മറ്റേ ഡൽഹിയിൽ വരികയും മോദി കാണുകയൊക്കെ ചെയ്തിരുന്നു 2015. ഇവരൊക്കെ വരുമ്പോൾ അവർ കാണാറുണ്ട്. ഇപ്പൊ ഈ ഉപപ്രധാനമന്ത്രി ഉണ്ടല്ലോ വീണ ജോർജ് കാണുന്ന, അങ്ങേര് വന്ന പാടെ ജയശങ്കർ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു. അപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട ആളുകളുമായിട്ടുള്ള മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു, അതൊക്കെ അവസാനിച്ചു. അതിന്റെ ഇടയ്ക്കാണ് ഇവരിങ്ങനെ. അപ്പൊ ഇവര് ഒന്ന് നഡ്ഡയെ കാണാനും അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുടിശ്ശികയും കൊടുക്കാനില്ല എന്ന് രാജ്യസഭയിൽ നഡ്ഡ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാനം, ഇൻസെന്റീവ് കൊടുക്കുന്നത് കേന്ദ്രം. അത് തന്നെ 2ആയിട്ടാണ്, കേന്ദ്രവും സംസ്ഥാനവും ഉണ്ട് ഇൻസെന്റീവില്, സംയുക്തമാണ്. അപ്പോ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നാണ് ആശാ വർക്കർമാരുടെ ആവശ്യം. അതിന് കേന്ദ്രമായിട്ട് ഒരു ബന്ധമില്ല, സംസ്ഥാന സർക്കാരാണ് പൈസ കൊടുക്കേണ്ടത്. വളരെ വ്യക്തമാണ്. അപ്പോൾ 2 തവണ ചർച്ച നടത്തി വീണ ജോർജ്. ഇന്നലെയും ചർച്ച നടത്തി, പോകുന്ന പോക്കില് ശരിയാവുമെങ്കിൽ. പക്ഷെ വിട്ടുവീഴ്ചയില്ലല്ലോ. ഓണറേറിയം കൂട്ടണം എന്നാണ് അവരുടെ ആവശ്യം, സംസ്ഥാനം ചെയ്യേണ്ടതാണ്. നുണ പറഞ്ഞുകൊണ്ടിരിക്കും ഇൻസെന്റീവാണ് കേന്ദ്രമാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെയൊന്നുമല്ല. ഓണറേറിയം 21,000 രൂപ വർദ്ധിപ്പിക്കണതാണ്. ഇപ്പൊ 7,000 പ്ലസ് 3,000 10,000 രൂപ കിട്ടുന്നുണ്ട്. സ്ഥിരം ജീവനക്കാരായിട്ട് പരിഗണിക്കണമെന്ന് പറയുന്നുണ്ട്. അതും സംസ്ഥാന സർക്കാരാണല്ലോ ചെയ്യുന്നത്. ഇതൊക്കെ സംസ്ഥാന സർക്കാരാണ് ചെയ്യുന്നത്. അപ്പൊ ഓണറേറിയം 7,000 രൂപയാണ് സംസ്ഥാനം കൊടുക്കുന്നത്. പിന്നെ ഫിക്സഡ് ഇൻസെന്റീവ് എന്ന് പറയുന്നതാണ്, അത് 3,000 രൂപ. ആ 7,000 3,000 ആയിട്ട് 10,000 രൂപ. ഫിക്സഡ് ഇൻസെന്റീവ് 3,000-ൽ 1,600 രൂപ കേന്ദ്രം, 1,400 രൂപ കേരളം. ഇൻസെന്റീവ് മൊത്തം കേന്ദ്രമല്ല, 1,400 പകുതി എന്ന് പറയാം സംസ്ഥാനം തന്നെയാണ് വഹിക്കുന്നത്. കൂടാതെ സേവനത്തിന്, ഓരോ സേവനത്തിനും 75 രൂപ. ഇത് 2006 കേന്ദ്രം ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതിന് 10 മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതനുസരിച്ചിട്ടാണ് ഈ തുക ഓണറേറിയം. ആ മാനദണ്ഡങ്ങൾ നേരത്തെ നോട്ടിഫൈ ചെയ്താണ്. ആ മാനദണ്ഡങ്ങൾ നീക്കണം എന്നും ആശാ വർക്കർമാരുടെ ഡിമാൻഡ് ഉണ്ട്. ആ മാനദണ്ഡങ്ങൾ നീക്കിയതായിട്ട് കഴിഞ്ഞ ദിവസം ഗസറ്റ് വിജ്ഞാപനം വന്നിരുന്നു, അത് പിൻവലിച്ചു. കേരളത്തിൽ 26,125 ആശാ വർക്കർമാരുണ്ട്. അതിൽ 400 പേരെ സമരത്തിനുള്ളൂ. വലിയ പുഴ പോലെ സാഗരം പോലെയൊക്കെ ആളുകൾ അവിടെ കാണുന്നുണ്ട്. 400 പേരേ ഉള്ളൂ എന്നാണ് കൈരളി ചാനലും ഈ സർക്കാരും പിണറായി വിജയനും വീണ ജോർജും ഒക്കെ പറയുന്നത്. 26,125 പേരുണ്ട്. ഇതിൽ 13,000 പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലതാണ്. 21,000 ഡിമാൻഡ് ചെയ്യുമ്പോൾ അവരൊരു സംഗതി കാണുന്നുണ്ടാവുമല്ലോ മനസ്സിൽ. അത് കൊടുത്താൽ ഇത് തീരും. മറ്റേ PSCയിലൊക്കെ വലിയ വർധന ഉണ്ടായതല്ലേ, ചെയർമാനും ഒക്കെ ലക്ഷങ്ങൾ മേടിക്കുന്നവർക്ക് പിന്നെയും ലക്ഷങ്ങൾ കൂട്ടി കൊടുത്തതല്ലേ, അല്ലേ? ദൂർത്ത് നടക്കുന്നില്ലേ, ഇല്ലേ? കേരള സഭ, ലോകസഭ, പല കാര്യങ്ങൾ, പ്രവാസി സഭ, അപ്പൊ ആ പൈസ അവരുടെയൊക്കെ മറ്റേ വരവ് ചെലവ് ഇല്ലേ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുത്താൽ ഇവരുടെ ഈ പ്രശ്നം തന്നെ പരിഹരിക്കപ്പെടാം. അത് ചെയ്യില്ല. പകരം ഇത് മുഴുവൻ കേന്ദ്രത്തിന്റെ കുഴപ്പമാണെന്ന് വരുത്തി തീർത്ത് ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം. കേന്ദ്രത്തിന് ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞില്ലേ, കേന്ദ്രം ആ ഇൻസെന്റീവ് 3,000 രൂപ, അതിൽ കേന്ദ്രം 1,600 രൂപ, 1,400 സംസ്ഥാനം. അപ്പൊ 1,600-ല് എന്തെങ്കിലും മാറ്റം കേന്ദ്രം വരുത്തണം എന്നല്ലേ ഉള്ളൂ. അത് ഇന്ത്യയിലെ മൊത്തം ആശാ വർക്കർമാരുടെ വേണ്ടിയിട്ടല്ലേ. അതിലൊരു 250 രൂപ മറ്റോ കൂട്ടിയാൽ തന്നെ 1,850 അല്ലെങ്കിൽ 2,000 ആക്കെന്ന് വിചാരിക്കാം. ഇത് ഓണറേറിയം എന്ന് പറഞ്ഞത് 7,000 രൂപ കൂട്ടണം എന്നുള്ളതിൽ ഡിമാൻഡ്. ഇതിൽ കേന്ദ്രത്തിന് എന്താ കാര്യം? അപ്പൊ അത് കുറ്റം പറഞ്ഞിട്ട് എത്ര നാൾ കണ്ണിൽ പൊടിയിടാമെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ എല്ലാതും പൊളിഞ്ഞില്ലേ മാധ്യമങ്ങളിലൂടെ. ആശാ വർക്കർമാർക്ക് വേണ്ടി അല്ല വീണ ജോർജ് ഡൽഹി പോയത്.
ആശാ വർക്കർമാരെ വീണ ജോർജ് തേച്ചു. അവർ ക്യൂബൻ വിപ്ലവം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ പോയത്. ഇതാണ് വാസ്തവം. ഇത് ആശാ വർക്കർമാരോട് ചെയ്യേണ്ടിയിരുന്നില്ല, മോശമായിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.